നമസ്കാരം. വൈബ്സിൻ്റെ അലുക്കുലത്ത് വർത്തമാനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ നിങ്ങൾക്ക് എന്ത് വേണേലും പറയാം. നിങ്ങൾക്കല്ല, ഞങ്ങൾക്ക് എന്ത് വേണേലും പറയാം. ജോഷേട്ടാ, ജോഷേട്ടൻ തന്ത വൈബാണ്. ജോഷേട്ടൻ മാത്രമല്ല, 90s ജനിച്ച എല്ലാവരും ഒരു തന്ത വൈബാണ്. ഈ തന്ത വൈബ് എന്നുള്ള വാക്ക് തന്നെ കണ്ടുപിടിച്ചത് നിങ്ങൾ 90s കിഡ്സിന് വേണ്ടി മാത്രമാണ്. ഞങ്ങൾക്ക് ഇച്ചിരി മീശയും താടിയും കൂടുതലുള്ളതുകൊണ്ടാണോ നിങ്ങൾ തന്ത വൈബ് എന്ന് പറയുന്നത്? മീശയും താടിയും കൂടുതലുള്ളത് മാത്രമല്ല, നിങ്ങളുടെ ചിന്താഗതി അങ്ങനെ തന്നെയാണ്. നിങ്ങൾക്ക് ഒട്ടും ഒരു എന്താ പറയുക, കൂടുതൽ മെച്യൂരിറ്റി ഉള്ള ഒരു ചിന്താഗതിക്കാരാണ് നിങ്ങൾ. അപ്പോൾ ഞാൻ ഒരു 2K കിഡാണ്. ഞാൻ 2000 ബാച്ചിലുള്ള ഒരു കിഡാണ്. അപ്പോൾ എൻ്റെ മൈൻഡ് സെറ്റും ചേട്ടൻ്റെ മൈൻഡ് സെറ്റുമായിട്ട് ഭയങ്കരമായിട്ടുള്ള ഡിഫറൻസ് ഉണ്ട്. നമ്മൾ തമ്മിൽ ഉള്ള ഇടപഴകലത്തിൽ നിന്നും അല്ല സംസാരത്തിൽ നിന്നും എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യമാണ്. നിങ്ങളുടെ ചിന്താഗതി എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എപ്പോഴും ഒരു എന്താ പറയുക, ഭയങ്കര അച്ചടക്കത്തോടെ കാര്യങ്ങൾ നോക്കിക്കാണുകയും അങ്ങനെ ജീവിതത്തെ അങ്ങ് നോക്കിക്കാണുന്ന ആൾക്കാരായിട്ട് എനിക്ക് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തു. ഒരു അച്ചടക്കവും ഇല്ലാതെ തോന്നിയവാസം പോലെ ജീവിക്കുന്ന നിങ്ങളുടെ ജീവിത രീതിയാണ് നല്ലത് എന്നാണ് നിങ്ങൾ പറയുന്നത്. അങ്ങനല്ല ഞാൻ പറയുന്നത്. അച്ചടക്കം ഇല്ലെന്നല്ല, അച്ചടക്കം വേണം, നമ്മുടെ ജീവിതത്തിൽ ഒരു അച്ചടക്കം വേണം. പക്ഷെ ഒരു എല്ലാത്തിനും ഒരു എന്താ പറയുക, ഈ ഭയങ്കര പെർഫെക്ഷനോടെ ചെയ്യണം എന്ന ഒരു ചിന്താഗതി. ഇപ്പം ചേട്ടൻ്റെ കാര്യം മാത്രമല്ല, ഒരുപാട് 90s കിഡ്സ് എനിക്കറിയാം. ഇപ്പം ഞാൻ എൻ്റെ ചേട്ടന്മാർ ഒരുപാട് പേര് ചേട്ടൻ്റെ പ്രായക്കാരുണ്ട്. അപ്പോൾ അവരോടൊക്കെ സംസാരിക്കുമ്പോഴും എനിക്ക് മനസ്സിലാകുന്ന കാര്യങ്ങളാണ്. പക്ഷെ എല്ലാവരും അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല. ഭൂരിഭാഗം ആൾക്കാർ നമ്മുടെ മൈൻഡിൽ ചിന്തിക്കുന്ന ആൾക്കാരും ഉണ്ട്. അതിന് പ്രായത്തിൻ്റേതായിട്ടുള്ള ഒരു പക്വത എന്ന് പറയും. നിങ്ങളെ സംബന്ധിച്ച് ഈ 2K ആ ഒരു ജനറേഷനിലുള്ളവർക്ക് പക്വത എന്ന് പറയുന്ന ഒരു കാര്യമില്ല. ഉത്തരവാദിത്വം എന്ന് പറയുന്ന ഒരു ബോധം ഇല്ല. ഈ പക്വതയും ഉത്തരവാദിത്വവും രണ്ടും രണ്ടാണോ ഒന്നാണോ? രണ്ടും രണ്ട് തന്നെയാണ്. അത് പ്രായത്തിൻ്റെതായിട്ടുള്ള ആ ഒരു ജീവിതത്തിൻ്റെ എക്സ്പീരിയൻസ് കൊണ്ട് വരുന്നതാണ് പക്വത. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് അങ്ങനെ ഒരു പക്വത ഉണ്ടാകാനുള്ള ഒരു സാഹചര്യവുമില്ല. നിങ്ങൾക്ക് കുറേ ഫോണുണ്ട്, ഇൻ്റർനെറ്റ് ഉണ്ട്, കുറേ കള്ളും കഞ്ചാവും ഉണ്ട്, കുറേ ഡ്രഗ്സ് ഉണ്ട്. ഇതൊക്കെയാണ് നിങ്ങളുടെ ജീവിതം. നിങ്ങൾ ശരിക്കുള്ള മനുഷ്യരെയോ അല്ലെങ്കിൽ ആ ജീവിതമോ കാണാത്തതിൻ്റെ പേർത്താണ് പക്വത. നിങ്ങൾ എന്താ കാണുന്നത്? നിങ്ങൾ ഫോൺ എടുത്തിട്ട് കുറേ റാപ്പും കോപ്പും എന്നൊക്കെ പറഞ്ഞ് കുറേ പാട്ട് കേൾക്കും. ഇതൊന്നും അല്ലെങ്കിൽ കുറേ ആനിമയും തേങ്ങയും മങ്ങയും കാണും. ഇതൊക്കെയല്ലേ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്? റാപ്പും കോപ്പും മാത്രമല്ല. ഇപ്പൊ പറയുകയാണെങ്കിൽ റാപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ കേരളം മൊത്തം ഒരു കാലത്ത് ഇപ്പൊ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന, ഇപ്പൊ റീസെന്റ് ഇപ്പം നിലമ്പൂർ ഇലക്ഷൻ കാര്യങ്ങളും വന്നുകൊണ്ട് മാത്രമാണ് റാപ്പും വേടനൊക്കെ ഒന്ന് മാറ്റി വെച്ചത്. അതുവരെ റാപ്പും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ തന്നെയായിരുന്നു കേരളത്തിൽ. അപ്പൊ നമ്മള് ചർച്ചയിൽ വന്നു എന്ന് കരുതി റാപ്പ് മാത്രമാണ് സംഗീതം അല്ലെങ്കിൽ റാപ്പും സംഗീതം, റാപ്പ് മാത്രമല്ല സംഗീതം, വേടൻ മാത്രമല്ല അതിനു വേണ്ടി ജനിച്ച കലാകാരനൊന്നും പറയുന്നില്ല. ഇപ്പം KJ യേശുദാസിനെ പോലുള്ള അതുല്യ പ്രതിഭകൾ ഉള്ള നാടാണ് നമ്മുടെ കേരളം. P ജയചന്ദ്രനെ പോലുള്ള ആൾക്കാരൊക്കെ ഉള്ളതാണ്. പക്ഷെ നമ്മളെല്ലാം കേൾക്കും. ഈ 2K കിഡ്സിലേക്ക് വരുമ്പോഴത്തേക്കും എന്താ പറയുക, അവരുടെ പൾസ് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു കാര്യം അവരിലേക്ക് എത്തിക്കാനായിട്ട് വേടനെ പോലുള്ളൊരു കലാകാരന് സാധിക്കുന്നുണ്ട്. മറ്റു കലാകാരന്മാർക്ക് ആർക്കും അങ്ങനെ സാധിക്കുന്നില്ല. ഇപ്പം വേറൊരു വ്യക്തി വന്നിട്ട് അല്ലെങ്കിൽ ഇപ്പം ഓൾഡ് ജനറേഷനിൽ പറ്റിയ ഏതെങ്കിലും ഒരു സംഗീതജ്ഞൻ വന്നിട്ട് ഒരു റാപ്പ് പാടിയത് ദഹിക്കുമോ നിങ്ങൾക്ക്? ഓൾഡ് ജനറേഷനിലുള്ള എന്താ പറയുക, യേശുദാസോ അല്ലെങ്കിൽ ജയചന്ദ്രനോ പോയിട്ട് റാപ്പോ പോപ്പോ ഒന്നും പാടത്തില്ല. അവരുടെ സംഗീതം അതല്ല. അത് അവർക്ക് കഴിയില്ല. അവര് റാപ്പ് സംഗീതം എന്നാൽ ഈ വേടനോ അല്ലെങ്കിൽ അതുപോലെ റാപ്പ് പാടുന്ന ആൾക്കാരോട് ശാസ്ത്രീയ സംഗീതമോ അല്ലെങ്കിൽ അവര് പാടുന്ന അവർ പാടുന്നില്ലല്ലോ. അവർക്ക് പഠിച്ചാൽ ചെയ്യാന്നല്ലോ. യേശുദാസിനും പഠിച്ച റോപ്പോ കോപ്പോ ഒക്കെ പാടാൻ പറ്റും. എന്തുകൊണ്ട് വരത്തില്ല? എന്തുകൊണ്ട് അങ്ങനെ അദ്ദേഹത്തിനെ പോലെ ആൾ അങ്ങനെ ചെയ്യുന്നു? എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? നിങ്ങൾക്ക് അവരുടെ ഒരു റേഞ്ച് നിങ്ങൾക്ക് അറിയാൻ പറ്റും. നിങ്ങൾ അവരുടെ പാട്ടുകൾ കേട്ടിട്ടില്ല അല്ലെങ്കിൽ അവർ ചെയ്തിട്ടുള്ള വർക്കുകൾ നിങ്ങൾ കണ്ടിട്ടില്ല. പാട്ട് കേട്ട് വളർന്നൊരു ഇപ്പൊ ഇറങ്ങുന്ന സിനിമകളിലെ പാട്ടുകൾ മാത്രമായിരിക്കും നിങ്ങൾ കേട്ടിട്ടുള്ളത്. ഇതിനു മുമ്പ് എത്രയോ വർഷങ്ങളായിട്ട് അവർ പാടുന്നു. ആ പാട്ടുകൾ നിങ്ങൾ കേട്ടിട്ടില്ലായിരിക്കും. ആര് പറഞ്ഞു? ഞാൻ കേട്ടിട്ടുണ്ട്. പേഴ്സണലി ഞാൻ കേട്ടിട്ടുണ്ട് യേശുദാസിന്റെ പാട്ട്. ഞാൻ എല്ലാ പാട്ടും സംഗീതവും എല്ലാം ആസ്വദിക്കുന്ന ഒരാളാണ്. പക്ഷെ വേടനെ പോലുള്ളൊരു കലാകാരൻ മുന്നിലേക്ക് വരുമ്പോഴത്തേക്കും ഇതെന്ന് വെച്ചാൽ വേടനൊക്കെ താഴെ തട്ടുന്ന് വന്ന ആൾക്കാരാണ്. അവർ പൾസ് അറിയാം ആൾക്കാരുടെ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ തലമുറയുടെ പൾസ് അറിയാം. അപ്പൊ അതാണ് അവൻ ആ ഒരു പാട്ടിലൂടെയും അവന്റെ ആ സംഗീതത്തിലൂടെയും. വേടൻ ഒരു നല്ല കലാകാരനാണ്, അല്ല എന്നൊന്നും നമ്മൾ പറയുന്നില്ല. പക്ഷെ നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരുന്നത് വേടനെ കുറിച്ചോ അല്ലെങ്കിൽ യേശുദാസിനെ കുറിച്ചോ ജയചന്ദ്രനെ കുറിച്ചോ MG ശ്രീകുമാറിനെ കുറിച്ചോ അവരുടെ പാട്ടിനെ കുറിച്ചോ അല്ല. നിങ്ങൾ ഈ 2K ജനറേഷനിൽ ഉണ്ടായ കുട്ടികളുടെ അല്ലെങ്കിൽ ഇന്നത്തെ ഈ ഒരു തലമുറയുടെ മാനസികാവസ്ഥയെക്കുറിച്ചും നിങ്ങളുടെ ചിന്തകളെക്കുറിച്ചും നിങ്ങളുടെ പക്വതയില്ലായ്മയെ കുറിച്ചുമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. നമ്മൾ വിഷയം മാറ്റി അവരുടെ സംഗീതത്തിലേക്ക് പോയിട്ട് ബാക്കിയുള്ളവർ വായിക്കുന്ന ചിന്ത കേൾക്കേണ്ട യാതൊരു കാര്യവും നമുക്ക് ഇവിടെ ഇല്ല. നമ്മൾ പറഞ്ഞു ഇപ്പൊ ഇത് അംഗീകരിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് നിങ്ങൾ എന്ത് അംഗീകരിക്കാനുള്ള ബുദ്ധിമുട്ട്? ഇപ്പൊ വേടനെ പോലൊരു കലാകാരനെ ഇപ്പൊ എന്നെ സംബന്ധിച്ചുള്ള ഞാൻ യേശുദാസിനെയും MG ശ്രീകുമാറിനെയും അംഗീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വേടനെയും
മറ്റേ ഡെപ്സിയെയും അവരെല്ലാവരും അംഗീകരിക്കുന്നുണ്ട്. അവരെ കലാകാരന്മാരാണ്. ശ്രീരാഗമോ എന്ന് തുടങ്ങുന്ന അതുപോലത്തെയുള്ള പാട്ടുകൾ കേട്ട് ആസ്വദിച്ച് വന്ന ഞങ്ങൾക്ക് ഈ കാറിച്ചയും കൂവിച്ചയും ഒച്ചയും ബഹളവും ഒക്കെ ഒരു സംഗീതമായിട്ട് മാത്രം ഞങ്ങൾക്ക് അത് പറ്റുന്നില്ല. ഞങ്ങൾ സമ്മതിച്ചു കാര്യം, ഞങ്ങൾ സമ്മതിച്ചു. ഞങ്ങൾക്ക് കുറച്ച് ശുദ്ധ സംഗീതം അല്ലെങ്കിൽ ശാസ്ത്രീയ സംഗീതം അല്ലെങ്കിൽ ലളിത ഗാനങ്ങൾ അല്ലെങ്കിൽ വരികൾ മനസ്സിലാക്കുന്ന കുറച്ച് സംഗീതമാണ് ഞങ്ങൾക്ക് വേണ്ടത്. അതല്ല ഒന്നുമില്ലാതെ കാ കൂ എന്ന് പറഞ്ഞ ഒച്ചയും വെച്ച് ശബ്ദം വെച്ച് പോയിട്ട് പറ്റത്തില്ല ഞങ്ങൾക്ക്. ഇതിനെയാണ് തന്തവൈബ് ഞാൻ നേരത്തെ പറയാം. അങ്ങനെയുള്ള കാര്യത്തിൽ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. തന്തവൈബ് എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? എല്ലാത്തിനും. പക്ഷെ വേറൊരു കാര്യമുണ്ട്. ഇപ്പൊ നീ പറയുന്ന കാര്യത്തിന് ഈ പരിപാടിക്ക് നിങ്ങൾ 2K മാത്രമല്ല പോകുന്നത്, ഈ വേടന്റെ ആണെങ്കിലും ഡബ്സിയുടെ ആണെങ്കിലും പരിപാടിക്ക് 90s 80s എല്ലാ ആൾക്കാരും പോയി കാണുന്നുണ്ട്. കുറവായിരിക്കും, പൊതുവേ പോകുന്നുണ്ട്. പോകുന്നില്ല എന്ന് പറയാൻ പറ്റത്തില്ല. എല്ലാവരും കാണുന്നുണ്ട്, എല്ലാവരെയും അംഗീകരിക്കുന്നുണ്ട്. ഞങ്ങളുടെ 90s ഒരു പ്രത്യേകത, ഞങ്ങൾ എല്ലാവരെയും അംഗീകരിക്കും. നിങ്ങളെപ്പോലെ പഴയതിനെ തള്ളിക്കളഞ്ഞിട്ട് പുതിയതിനെ മാത്രം സ്വീകരിക്കുന്ന ആൾക്കാരല്ല ഞങ്ങൾ 90s. നിങ്ങൾ പൂർണ്ണമായിട്ടും ഒരു തെറ്റായ തീരുമാനം. ഞാൻ എന്റെ പ്രായത്തിലുള്ള സംസാരിക്കുമ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യമാണ്, ഒരു പഴയതിനെ പുതിയതിനെ അംഗീകരിക്കും. 90s കിഡ്സ് ആണ് ഈ പഴയതിനെ മാത്രം ഓൾഡ് ഈസ് ഗോൾഡ് എന്നുള്ള രീതിയിൽ. ഗോൾഡ് തന്നെയാണ്, അതിനകത്ത് മാറ്റമൊന്നുമില്ല. നിങ്ങൾ ജനിച്ച സമയം മുതൽ നിങ്ങളുടെ കയ്യിൽ ഫോൺ ഉണ്ട്, ടാബ് ഉണ്ട്, നെറ്റ് ഉണ്ട്, അങ്ങനത്തെ പല സാധനങ്ങളും ടെക്നോളജിക്കലി നിങ്ങൾക്കുണ്ട്. ഇതൊന്നും ഇല്ലാത്ത ഒരു കാലഘട്ടം ഞങ്ങൾ കണ്ടിട്ടുണ്ട്. നിങ്ങൾക്ക് അതിന്റെ ഒരു കുശുമ്പുണ്ട്, ഞങ്ങൾക്കൊരു കുശുമ്പില്ല. ഞങ്ങൾക്ക് ഇതൊന്നും ഇല്ലാത്ത ഒരു നല്ല സമയം, ഒരു നല്ല കാലഘട്ടം ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റിയിട്ടുണ്ട്. ഈ ഫോണൊക്കെ വരുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഇന്റർനെറ്റ് ഒക്കെ വരുന്നതിന് മുമ്പ് നല്ല സൗഹൃദങ്ങൾ ആസ്വദിക്കാൻ പറ്റിയിട്ടുണ്ട്. വൈകുന്നേരങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പറമ്പിലും പാടത്തൊക്കെ പോയി കളിക്കാൻ പറ്റിയിട്ടുണ്ട്. ഇന്നത്തെ കുട്ടികൾ, നിങ്ങളൊക്കെ നിങ്ങളുടെ ജനറേഷൻകാരാ പോയി കളിക്കുന്നത്. നിങ്ങളൊക്കെ ഒന്നെങ്കിൽ ടർഫിൽ പോയി കളിക്കും അല്ലെങ്കിൽ ഫോണിൽ ഗെയിം കളിക്കും. ഇതൊക്കെയല്ലേ നിങ്ങൾ ചെയ്യുന്നുള്ളൂ. ടർഫിൽ കളിച്ച് എത്ര പിള്ളേർ ഇപ്പം പിന്നെ കളിച്ച് ഇന്ത്യൻ ടീമിലും അവിടെ ഇവിടെ കളിക്കുന്നുണ്ട്. ടർഫിൽ കളിച്ചു എന്ന് പറഞ്ഞിട്ടും പറമ്പിൽ കളിച്ചു എന്ന് പറഞ്ഞിട്ട് ഗ്രൗണ്ടിൽ കളിച്ച് നമ്മുടെ നാട്ടിലെ സാധാ ഗ്രൗണ്ടിൽ കളിച്ച് ആരും സ്റ്റേറ്റ് ലെവലിലോ അല്ലെങ്കിൽ ഇന്ത്യൻ ടീമിലോ ഒന്നും കയറിയിട്ടില്ലേ? കുറവാ പൊതുവെ. എന്താ ഇപ്പൊ ടർഫിൽ കളിക്കുന്ന എല്ലാവരും എല്ലാവരുടെ കാര്യമല്ല പറഞ്ഞു. കാരണം അവർക്ക് ഒരു ഗ്രിപ്പ് വരും. ഇപ്പൊ ടെറഫിൽ കളിക്കുന്നതും ഗ്രൗണ്ടിൽ കളിക്കുന്നതും രണ്ടും രണ്ടാ. താരതമ്യേന വളരെ ചെറുതാണ്, ഗ്രൗണ്ട് വളരെ വലുതാണ്, വലിയ ഗ്രൗണ്ടാണ്. അത് മാത്രം അതല്ല അവിടെ കറക്റ്റ് രീതിയിലാണ് ചെയ്യുന്നത്. ഒരു ക്രിക്കറ്റ് കളിക്കുന്നെങ്കിൽ അതിന്റെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള രീതിയിലാണ് കളിക്കുന്നത്. ഇപ്പൊ നമ്മളെ പറമ്പിൽ കളിക്കുന്നത് എങ്ങനെ ഒരു ടർഫിൽ ഇപ്പൊ എല്ലായിടത്തും പോയിട്ട് സ്വിച്ച് ബോളിലൊന്നും അല്ലല്ലോ കളിക്കുന്നത്. ടെന്നീസ് ബോളിലും അങ്ങനത്തെ റബ്ബർ ബോളിലും ഒക്കെ തന്നെ നല്ല ടർഫിൽ കളിക്കുന്ന ടർഫുകളുണ്ടല്ലോ. സ്വിച്ച് ബോൾ കളിക്കുന്ന ഗ്രൗണ്ടുകളും ഉണ്ടല്ലോ. പണ്ട് എത്രയോ ഗ്രൗണ്ടുകളിൽ സ്വിച്ച് ബോളിലാണ് കളിച്ചുകൊണ്ടിരുന്നത്. എത്രയോ വലിയ വലിയ ഗ്രൗണ്ടുകളിൽ 6ഉം 4ഉം കളിക്കും, കൗണ്ടി കളിക്കും, അങ്ങനെ പലതരം കളികളുണ്ടായിരുന്നല്ലോ. എന്നിട്ട് എത്ര പേര് അതിനകത്ത് രക്ഷപ്പെട്ടു? ഇപ്പൊ കളിക്കുന്ന എല്ലാവരും പേര് രക്ഷപ്പെടുന്നുണ്ടോ? ഇപ്പൊ ഈ 2K എല്ലാവരും ഇന്ത്യൻ ടീമിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻ ടീമിൽ 11 പേരല്ലേ ആകെ ഉള്ളൂ. അല്ലെങ്കിൽ 2K എല്ലാവരും ഈ ടർഫിൽ കളിച്ചെന്ന് പറഞ്ഞിട്ട് പോയിട്ട് അവിടെ ഇന്ത്യൻ ടീമിൽ കളിക്കുന്നൊന്നുമില്ലല്ലോ. എന്തായാലും നിങ്ങൾക്ക് എന്തായാലും പറയുമ്പോ വ്യക്തമായിട്ട് പറയണം. ടർഫിൽ പോയി കളിച്ചിട്ട് എല്ലാവരും ഇന്ത്യൻ ടീമിൽ കയറി അല്ലെങ്കിൽ എല്ലാവരും ഇന്ത്യൻ ടീമിൽ കയറിയെന്നല്ല ഞാൻ പറഞ്ഞത്. അവർക്ക് അതിന്റെ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ഫ്ലോ കിട്ടും. ഇപ്പൊ കൂടെ കളിക്കുന്നവരാണെങ്കിലും ഈ ടർഫിൽ പോയി കളിച്ചാലും പണ്ട് ഗ്രൗണ്ടിലോ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു എന്താ പറയാ നമ്മുടെ പാടത്തോ കളിക്കുന്നതിന്റെ ആ ഒരു സ്പിരിറ്റ് ഒന്നും ഒരു ടർഫിലും ഇപ്പോഴും കിട്ടത്തില്ല. വൈകുന്നേരങ്ങളിൽ എല്ലാവരും കൂട്ടുകാരെല്ലാം കൂടെ കൂടി ടീം വിളിച്ച് ടീം ഉണ്ടാക്കി എല്ലാവരും കൂടെ അവിടെ കളിക്കുമ്പോൾ കിട്ടുന്ന മനസ്സിൻ്റെ ഒരു സന്തോഷമോ കാര്യങ്ങളോ ഒന്നും ഇപ്പോൾ ടർഫിൽ പോയി കിട്ടത്തില്ല. ടർഫിൽ പോയി പൈസ കൊടുത്ത് ടർഫ് ഇത്ര മണിക്കൂറത്തേക്ക് വാടകയ്ക്ക് എടുത്തു, ആ കുറച്ച് സമയത്തേക്ക് കളിക്കുന്നതല്ലേ ഉള്ളൂ അവിടെ. സച്ചിനെ പോലുള്ള ആൾക്കാർ ടർഫിൽ പോയി കളിച്ചിട്ടൊന്നുമില്ല ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ കളിച്ചു. അവർ ഗ്രൗണ്ടിൽ പോയി കളിച്ചിട്ട് തന്നെ കഴിവുണ്ടായിരുന്നു കേട്ടാ. സച്ചിനൊക്കെ ജനിച്ചത് ക്രിക്കറ്റിന് വേണ്ടിയിട്ടാണ്. ഇപ്പൊ ലാലേട്ടൻ ജനിച്ചത് സിനിമയ്ക്ക് വേണ്ടിയിട്ടാന്ന് പറഞ്ഞു. സച്ചിനൊക്കെ ജനിച്ചത് ക്രിക്കറ്റിന് വേണ്ടിയിട്ടാണ്. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് പ്രതിഭകൾ വന്നിട്ടില്ലെന്ന് പറയുന്നത്. അവരെല്ലാരും ഗ്രൗണ്ടിൽ കളിച്ചിട്ടാ തെളിഞ്ഞത്, അല്ലാതെ ടർഫിൽ പോയി കളിച്ചിട്ടല്ല അവരും വന്നത്. അന്ന് ടർഫൊന്നും ഇല്ല. ടർഫൊക്കെ ഇപ്പൊ വന്നല്ലേ, നിങ്ങളുടെ 2K ജനറേഷനിൽ വന്നല്ലേ ഈ ടർഫും. കുറച്ചുകൂടെ മോഡേൺ ആയി എന്നാണ് ഞാൻ, അതായത് പറമ്പെന്ന് പറയുന്നതിൽ നിന്ന് കുറച്ച് ടർഫ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് കുറച്ചുകൂടെ ഒരു മോഡേണിലേക്ക് മാറി. നിങ്ങൾക്ക് പൈസയുടെ അതിപ്രസരം അത്രേ ഉള്ളൂ. പൈസയുടെ അതിപ്രസരം എന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ നാട്ടില് എല്ലായിടത്തും ഉണ്ടായിരുന്നു കളിക്കാൻ ഗ്രൗണ്ടുകൾ. ആ ഗ്രൗണ്ടുകളല്ല ഇപ്പൊ ടർഫായത്. ആ ഗ്രൗണ്ടുകളൊക്കെ കായംകുളത്ത് തന്നെ ഇപ്പം എത്ര പണ്ടത്തെ കളിക്കളമായിരുന്നു. കാരണം ഞാൻ കായംകുളത്ത് വർക്ക് ചെയ്തിട്ടുള്ള, അപ്പൊ അവിടെ കായംകുളത്തുള്ള എന്റെ സുഹൃത്തുക്കളുടെ അവിടെ പണ്ട് നമ്മളെല്ലാ ചേട്ടന്മാരൊക്കെ ആയിട്ട് കളിക്കുന്നു. ഇപ്പൊ അത് ടർഫായി. അപ്പൊ അത് കായംകുളത്ത് നിന്നെക്കാളും കൂടുതൽ എത്ര ഗ്രൗണ്ട് ഉണ്ടെന്ന് എനിക്കറിയാം. കാരണം 90-കളിൽ മാത്രമല്ല 2000-ലും 2010 വരെയും കായംകുളത്ത് ഒരുപാട് ഗ്രൗണ്ട് ഉണ്ടായിരുന്നു. ആ ഗ്രൗണ്ടുകളൊന്നും അല്ല ടർഫായിട്ടുള്ളത്.
ടർഫായിട്ടുള്ളത് വേറെ സ്ഥലം വാങ്ങി അവിടെ ടർഫ് ഉണ്ടാക്കി വെച്ചിട്ടേ ഉള്ളൂ. ഗോകുലം ഗ്രൗണ്ട് ടർഫായി കാണത്തില്ല. ഗോകുലം ഗ്രൗണ്ട് ഇപ്പോഴും ഗോകുലം ഗ്രൗണ്ട് അല്ല, അത് പട്ടാണിപ്പറമ്പായിരുന്നു. പട്ടാണിപ്പറമ്പ് പിന്നെ ഗോകുലം ഗ്രൗണ്ടായി മാറിയത്. ഗോകുലം ഗ്രൗണ്ട് പട്ടാണിപ്പറമ്പിൽ പണ്ട് സർക്കസ് നടക്കുമായിരുന്നു, ക്രിക്കറ്റ് കളികൾ നടക്കുമായിരുന്നു, ഫുട്ബോൾ നടക്കുമായിരുന്നു, പല പരിപാടികളും നടക്കുമായിരുന്നു. നടക്കുന്നുണ്ടോ അവിടെ? ഇപ്പൊ എന്താ നടക്കാത്ത? നടക്കുന്നില്ല. ഇപ്പൊ നടക്കാത്ത എന്താ? മാറ്റങ്ങൾ വന്നോണ്ടിരിക്കുക. നിങ്ങളെപ്പോലുള്ള 2K ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും താല്പര്യം ഇല്ലാത്തത് കൊണ്ടാണ് അവിടെ നടക്കാത്തത്. നിങ്ങൾക്ക് പൊതുവെ നിങ്ങൾക്കൊരു എന്താ പറയുക, നിങ്ങൾക്ക് ഈ ഒന്നിനെ അക്സെപ്റ്റ് ചെയ്യാനുള്ള ഇതില്ല. ഞങ്ങൾ എന്തിനാണ് അക്സെപ്റ്റ് ചെയ്യാത്തതെന്ന് പറയാം. ടർഫിന്റെ കാര്യം തന്നെ ഇപ്പൊ ചേട്ടൻ കണ്ടില്ലേ? ടർഫിന്റെ കാര്യം ടർഫിൽ ഞങ്ങളും പോവാറുണ്ട്, കളിക്കാറുണ്ടെന്ന്. പക്ഷെ ഞാൻ പറഞ്ഞത് ഞങ്ങളുടെ കാലത്ത് കൂടുതൽ ഗ്രൗണ്ടുകൾ ഉണ്ടായിരുന്നു, പാടങ്ങൾ ഉണ്ടായിരുന്നു. അവിടെ കളിക്കുമ്പം എല്ലാ ദിവസങ്ങളിലും അല്ലെങ്കിൽ അവധി ദിവസങ്ങളിലൊക്കെ കുട്ടികൾ അല്ലെങ്കിൽ ആ ഒരു ചെറുപ്പക്കാർ ഫുള്ള് ഗ്രൗണ്ടിലായിരിക്കും. ആ ഒരു ഫീല് അല്ലെങ്കിൽ അന്ന് കിട്ടിയിരുന്ന ഒരു സന്തോഷം ടർഫിൽ പോയി കളിക്കുമ്പോൾ കിട്ടുന്നില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ടർഫ് ഒന്നാമത്തെ കാര്യം, ടർഫ് കുറച്ച് മണിക്കൂറത്തേക്ക് മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റൂ. അതിന് പൈസയും കൊടുക്കണം. ആ പൈസ കൊടുത്ത് ഒരു 15 അല്ലെങ്കിൽ 2 മണിക്കൂറോ അല്ലെങ്കിൽ 3 മണിക്കൂറത്തേക്ക് മാത്രമേ ടർഫിൽ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഒരു ദിവസമൊക്കെ എടുക്കാൻ അത്രയും പൈസ കൊടുക്കണം. പൈസ ഇല്ലാത്ത ആൾക്കാർ എന്ത് ചെയ്യും? കളിക്കാൻ താല്പര്യമുണ്ട്, പൈസ ഇല്ലാത്തൊരു ടർഫ് പോയി എങ്ങനെ എടുക്കും? ബുദ്ധിമുട്ടാണോ? ഗ്രൗണ്ടിൽ ആ പ്രശ്നമില്ല, എല്ലാവർക്കും വന്ന് കളിക്കാം, എത്ര സമയം വേണമെങ്കിൽ സ്പെൻഡ് ചെയ്യാം. അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ കാലഘട്ടത്തിൽ എല്ലാത്തിനെയും പൈസ കൊണ്ടാണ് എന്താ പറയാ എന്തെങ്കിലും പറയൂ. പൈസ കൊണ്ടാണ് എല്ലാത്തിനെയും അവര് കണക്ക് കൂട്ടുന്നത്, അല്ലാതെ പൈസ കൊണ്ട് മാത്രമല്ല. ഇത് ഒരു മാറിക്കൊണ്ടിരിക്കുക. ഇപ്പം നമ്മുടെ ഈ ഇന്ത്യനിൽ അല്ലെങ്കിൽ കേരള കൾച്ചറിൽ മാത്രമേ ഉള്ളൂ ഇപ്പോഴും ഈ ഗ്രൗണ്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവം. പുറത്തോട്ട് പോകുമ്പോൾ അവിടെ ഒന്നും ഇല്ല. അവിടെ എല്ലാം ടർഫും കാര്യങ്ങളൊക്കെ. ഇപ്പം ഓൾറെഡി നമ്മൾ പാശ്ചാത്യ ജീവിതത്തോടാണ് കൂടുതലും. ഇന്ത്യൻ സംസ്കാരത്തെ വിട്ടിട്ട് പാശ്ചാത്യ സംസ്കാരത്തിന്റെ പുറകെ പോയി. ഇന്ത്യൻ സംസ്കാരവും ഇല്ല, പാശ്ചാത്യ സംസ്കാരവും ഇല്ലാത്ത ഇടയ്ക്കത്തെ ഒരു അവിയൽ പരുവാണ് നിങ്ങൾ 2K കഴിഞ്ഞിട്ട് വരുന്ന ജനറേഷനും ഒക്കെ ഉണ്ടാകും. അതിനകത്ത് അപ്ഡേഷൻ ചെയ്ത് വരാൻ നിങ്ങൾക്ക് സമയമില്ല. ഞങ്ങൾക്കല്ല പ്രശ്നം. ഞങ്ങൾ ഇന്ത്യൻ സംസ്കാരത്തെ പിടിച്ചു നിൽക്കുമ്പോൾ നിങ്ങൾ ഇന്ത്യൻ സംസ്കാരവും ഇല്ല, പാശ്ചാത്യവും ഇല്ലാത്ത ഇതിനിടയ്ക്കത്തെ ഒരു ഒന്നിനിടയിലില്ലാത്തൊരു സാധനത്തിൽ കമ്പ്യൂട്ടർ മാത്രമേ കണ്ടുപിടിച്ചിട്ടുള്ളൂ. അത് ലാപ്ടോപ്പ് ആക്കിയതും അത് സ്മാർട്ട് ഫോൺ ആക്കിയതും അതിന് പുറകെ വന്ന ജനറേഷൻകാരാ. അതെല്ലാം 90s തന്നെ ചെയ്തിട്ടുള്ളത്. നിങ്ങൾ അത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അത് കഴിഞ്ഞ് എന്തുകൊണ്ട് നിങ്ങൾ വേറൊന്നും ചെയ്തില്ല? നിങ്ങൾ ചെയ്തു. നിങ്ങൾ മൊബൈൽ കണ്ടുപിടിച്ച കാര്യം പറഞ്ഞു, ഇന്റർനെറ്റ് കണ്ടുപിടിച്ച കാര്യം പറഞ്ഞു, സ്മാർട്ട് ഫോൺ കണ്ടുപിടിച്ച കാര്യം പറഞ്ഞു. ഇതൊന്നും 2K ആൾക്കാരല്ല ചെയ്തത്, ഇതെല്ലാം കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്തു? അത് അതുപോലെ തന്നെ വെച്ചു. അതുപോലെ വെച്ചില്ല, ഒരിക്കലും അതുപോലെ വെച്ചില്ല. ആ ഉപകരണങ്ങൾ കണ്ടുപിടിച്ചത് മനുഷ്യന്റെ ജോലി കുറയ്ക്കാൻ വേണ്ടിയിട്ടാണെന്നും മനുഷ്യനെ സഹായിക്കാൻ വേണ്ടിയിട്ടാണെന്നും അത് കണ്ടുപിടിച്ചത് അത് ഉപയോഗപ്പെടുത്തി ആ രീതിയിൽ. പക്ഷെ നിങ്ങൾ അത് മനുഷ്യന് പകരമായിട്ടും മനുഷ്യന്റെ ഈക്വൽ ആയിട്ട് നിങ്ങൾ അതിനെ കാണാൻ തുടങ്ങി. അപ്പോഴാണ് വ്യത്യാസം വന്നത്. അപ്പോഴാണ് വ്യത്യാസം. കുറച്ചുകൂടെ ഡെവലപ്പ് ചെയ്യുന്നില്ല. എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? വന്നപ്പോൾ നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ ക്രിയേറ്റീവായിട്ട് ചിന്തിക്കാനും അല്ലെങ്കിൽ ഇപ്പൊ അത് വെച്ച് തന്നെ നമുക്കൊരു വരുമാനമാക്കാനും തുടങ്ങി. ഇതിനു മുമ്പ് വരുമാന മാർഗങ്ങൾ ഇല്ലായിരുന്നു. ഇത്ര അധികം ഇല്ലായിരുന്നു എനിക്ക് തോന്നുന്നു. എന്ത് വരുമാന മാർഗം ഇല്ലായിരുന്നു? ഇപ്പൊ എന്ത് പറയുന്നത്? തപ്പരുത്, ഇടയ്ക്ക് വെച്ച് തപ്പരുത്. പറഞ്ഞു തുടങ്ങിയ സാധനം മുഴുവൻ പറഞ്ഞു തീർക്കണം. പറ, കൊണ്ട് എന്ത് വരുമാന മാർഗ്ഗം കൂടുതൽ ഉണ്ടായെന്ന് പറ. ക്രിയേഷൻ കൂടും പിള്ളേരുടെ. ക്രിയേഷൻ കൂടും. ഇതിന് മുമ്പോട്ടായിരുന്ന ക്രിയേറ്റിവിറ്റി ഒക്കെ ഉള്ള ആൾക്കാർ എന്ത് ചെയ്യും? ഈ നാട് ഇത്ര 2K വന്നിട്ടും യുടെ ക്രിയേറ്റിവിറ്റി കൊണ്ട് മാത്രമാണോ എന്ന് പറയാൻ പറ്റത്തില്ല. എങ്കിലും അതിനൊരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. എന്ത് പങ്ക്? പ്രധാന പങ്ക് വഹിച്ച 2K ആയിട്ട് ചെയ്തു വെച്ച കാര്യം പറ, ഒന്ന് തെളിയിച്ച് കാണിക്കും. പറയണം. അല്ല, അങ്ങനെയൊക്കെ ചോദിച്ചാൽ പറയണം. അങ്ങനെ പറഞ്ഞേ പറ്റത്തുള്ളൂ. പറഞ്ഞിട്ട് പോയാൽ മതി. നീ നിർന്ന് പറഞ്ഞിട്ട് കല്യാണക്കുറി കാണിച്ചിട്ട് പോയാൽ മതി. പറ. അല്ല, ശരിക്കണ്ട പറ. എന്തൊക്കെ പറയാലും 2K തന്നെയാണ്. എന്ത് 2K? നിങ്ങൾക്ക് ഈ പിന്നെ അപ്ഡേഷൻ ഉണ്ടാക്കി വെച്ച സാധനങ്ങൾ അതിന്റെ മോശം രീതിയിൽ ഉപയോഗിക്കുന്ന ഉപഭോക്താക്കൾ മാത്രമാണ് 2K കിഡ്സ് എന്ന് ഞാൻ പറയും. 90s കണ്ടുവെച്ച് മടിയന്മാരായ 90s കയ്യിൽ നിന്ന് സാധനങ്ങളും അതിന്റെ അവരുടെ തലച്ചോറ് എടുത്ത് അത് പരിഷ്കരിച്ച് കൊണ്ടുവന്ന ആൾക്കാരാണ് 2K കിഡ്സ്. ഒരിക്കലുമല്ല. 90s ജനറേഷനിൽ കണ്ടുപിടിച്ച അല്ലെങ്കിൽ കണ്ടുപിടുത്തങ്ങൾ നടന്നതിന്റെ 1/3 ഭാഗം പോലും ഒരു പുതിയ സാധനങ്ങൾ 2K ഇത്രയും കണ്ടുപിടിച്ച നിങ്ങൾക്ക് എന്തുകൊണ്ട് പെണ്ണ് കിട്ടുന്നില്ല? ഞാനതാണ് ചോദിക്കുന്നത്. 90s കിഡ്സ് പെണ്ണ് കുറവാണ്. ഈ 2K കിഡ്സിന്റെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 18 വയസ്സ് കഴിയുമ്പോഴേ പെണ്ണ് കെട്ടുക, 19 വയസ്സാകുമ്പോഴേ കൊച്ചാവുക, ആ ഒരു രീതിയിലുള്ള ചിന്താഗതികൾ ഞങ്ങൾക്കില്ല.
ഞങ്ങൾക്ക് അതിന്റെ കാര്യമില്ല. ഞങ്ങൾ അങ്ങനെ കല്യാണം കഴിക്കാൻ വേണ്ടി ജീവിക്കുന്ന ആൾക്കാരല്ല. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ആംബിഷൻ ഉണ്ട്, ഞങ്ങളുടേതായ പാഷൻ ഉണ്ട്, ഞങ്ങളുടേതായ ഉത്തരവാദിത്തങ്ങളുണ്ട്, ഞങ്ങളുടേതായ ലക്ഷ്യങ്ങളുണ്ട്. ഞങ്ങൾക്ക് ഇതൊക്കെ കഴിഞ്ഞിട്ട് മതി കല്യാണം. അതല്ല, കല്യാണത്തിനല്ല ഞങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോഴത്തേക്കും നിങ്ങൾക്ക് പ്രായമായി, നിങ്ങൾ മരിച്ചു പ്രായമായിക്കോട്ടെ. അംബിഷൻ 36-ാമത്തെ വയസ്സിലും 40-ാമത്തെ വയസ്സിലും 42-ാമത്തെ വയസ്സിലും കല്യാണം കഴിച്ച ആളുകൾ ഈ നാട്ടിലുണ്ട്. സുഖമായിട്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. 40-ാമത്തെ വയസ്സിലാണ് കല്യാണം കഴിച്ചത്. ശങ്കരാടി 50-ാമത്തെ വയസ്സിൽ 60-ാമത്തെ വയസ്സിൽ കല്യാണം കഴിച്ചു. പെണ്ണുണ്ടായിരുന്നു. അവർക്ക് പെണ്ണുണ്ട്, ഞങ്ങൾക്ക് പെണ്ണ് കിട്ടും. എവിടെ കിട്ടും? ഞങ്ങൾക്ക് 2Kയിലെ പെണ്ണ് വേണ്ട എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. അത് 2Kയിലെ പെണ്ണിനെ ഞങ്ങൾ കല്യാണം കഴിച്ച് ഞങ്ങൾ 90s ഒരു ചിന്താഗതിയിലേക്ക് അവരെ ഞങ്ങൾ കൊണ്ടുവരും. അവരെ ചുരുക്കുന്നു. അവർ ചുരുക്കമല്ല, അവരുടെ ബുദ്ധി ഞങ്ങൾ വികസിപ്പിക്കുക. 90s കാര്യങ്ങൾ കൂടെ അവരിലേക്ക് പകർന്നു കൊടുക്കുമ്പോൾ അവരുടെ ബുദ്ധി വികസിക്കുക. അവരെ ചുരുക്കും. ഒരിക്കലുമല്ല. നിങ്ങളുടെ 2Kയുടെ ഇടുങ്ങിയ ചിന്താഗതി മാത്രമല്ലാതെ 90s കാര്യങ്ങൾ ഓപ്പൺ ചിന്താഗതിയോ? എന്ത് ഓപ്പൺ ചിന്ത? ഭയങ്കര ഓപ്പൺ. ഭയങ്കര ഓപ്പണാ. നിങ്ങളുടെ 90s ഇപ്പൊ ഒരു കല്യാണം കഴിച്ച അങ്ങോട്ട് പോയത്, ഇവിടെ പോയത്, തലയും കുത്തിക്കരുത്, ഇവിടെ കിടക്കരുത്, അവിടെ കിടക്കരുത്. അത് 80s. അങ്ങനെ ഒരു റെസ്ട്രിക്ഷനും ഞങ്ങള് പെണ്ണ് കിട്ടിയാ മതി, അത്രേ ഉള്ളൂ. ഞങ്ങൾക്ക് റെസ്ട്രിക്ഷൻ ഇല്ല. കാര്യം എന്താ? പെണ്ണ് കിട്ടാത്തതുകൊണ്ടാണ് ഇതൊക്കെ. അല്ല, ഒരിക്കലുമല്ല. കടിച്ചു പിടിച്ചോണ്ടാണ്. ഇപ്പൊ ചേട്ടൻ 2Kയിൽ ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചു. അവള് പറഞ്ഞ, ചേട്ടാ എനിക്ക് എന്റെ ഫ്രണ്ടിന്റെ കൂടെ ഒന്ന് പുറത്തു പോകണം. പൊക്കോട്ടെ. പറയുന്നെങ്കിലും മനസ്സിൽ കടിച്ചു പിടിച്ചിട്ടാണ് പറഞ്ഞത്. ഒരിക്കലും അല്ല. അതെ, അതിൽ യാതൊരു കാര്യം തർക്കിക്കാൻ. ഞാൻ എന്റെ ഫ്രണ്ടിന്റെ കൂടെ പോകുമെന്ന് പറയും. പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ വൈഫ് പോകുന്ന പറഞ്ഞാൽ എത്ര എന്ന് പറയാലും ചേട്ടാ, 90s വളർന്ന കുട്ടികൾ കണ്ടു വളർന്ന ഒരു കാഴ്ചയുണ്ട്. ഈ പറയുന്നത് മറ്റേ ബെസ്റ്റി അങ്ങനത്തെ പരിപാടിയായിരിക്കും. ബെസ്റ്റിയുടെ മാത്രമല്ല, ഒരു ഇപ്പൊ എന്താ പറയുക, ഇപ്പം പണ്ട് എന്താ പറയാ, ഇപ്പം ഒരു പണ്ടെന്ന് വെച്ചാൽ ഒരു പിന്നെ ഭാര്യ ഭർത്താവെന്ന് വെച്ചാൽ ഭയങ്കര റെസ്പെക്ട്, അല്ലെങ്കിൽ ഒരു പേടിയൊക്കെ ഉണ്ട് ഭാര്യയ്ക്ക് ഭർത്താവിനോട് എന്തെങ്കിലും പറയാൻ. അത് 70s കാര്യമാണ്. 90s-ലുണ്ട്. 90s അങ്ങനെയില്ല. 90s അങ്ങനെ റെസ്പെക്ട് ചെയ്ത് തൊഴുതു കുമ്പിട്ട് പറഞ്ഞു നിൽക്കുന്ന പരിപാടിയൊന്നും ഇല്ല 90s. അതൊക്കെ 70 കാലഘട്ടത്തിൽ. 2Kയിലേക്ക് വരുമ്പോഴത്തേക്ക് അവരെല്ലാം ഈക്വൽ. ഇപ്പൊ ഒരേ പ്രായത്തിലുള്ളവരെ കല്യാണം കഴിക്കുന്നത്. അപ്പൊ അവർക്ക് അവരുടെ മൈൻഡ് സെറ്റ് അറിയാൻ പറ്റും. ഇപ്പൊ ഞാൻ എന്റെ ഞങ്ങളുടെ ഒരു പ്രത്യേകത, ഞങ്ങൾക്ക് 90s-കാർക്ക് 80s-ന്റെ മൈൻഡ് സെറ്റും അറിയാം, 2Kയുടെ മൈൻഡ് സെറ്റും അറിയാം. ഞങ്ങൾക്ക് എല്ലാവരുടെ മൈൻഡ് സെറ്റും അറിയില്ല. ഞങ്ങൾക്ക് എല്ലാവരെയും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതും എല്ലാവരുടെ മൈൻഡ് സെറ്റും അറിയാവുന്നതും 80s-നെ കണ്ടിട്ടുള്ളതും 2Kയെ കണ്ടിട്ടുള്ളതും ഇതെല്ലാം കൂടെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ജനറേഷനാണ് 90s. ഈ 90s-ന്റെ അത്രയും വിശാലമായ ഒരു മനസ്ഥിതി ഒന്നും ഒരു 2Kയ്ക്കോ ഒന്നും വന്നിട്ടില്ല, വരാനും പോകുന്നില്ല. അത് വരാനും പോകുന്നില്ല. ഇവിടുത്തെ പെൺപിള്ളേർക്ക് താല്പര്യമില്ല. താല്പര്യമുണ്ട്. എത്രയോ 2Kയിലെ പെൺകുട്ടികൾ, അല്ലെങ്കിൽ 2010 ഒക്കെ ശേഷം ജനിച്ച എത്രയോ പെൺകുട്ടികൾ 90s ജനിച്ച പ്രായം കൂടിയ ആൾക്കാരെ മതി, അവർക്കേ പക്വതയുള്ളൂ, അവർക്കേ മെച്യൂരിറ്റി ഉള്ളൂ എന്ന് പറഞ്ഞ് അവരെ കല്യാണം കഴിക്കും. എക്സ്പീരിയൻസ് കൂടുതലുള്ള ആൾക്കാരാണ് അവർക്ക് കൂടുതൽ. എന്ത് എക്സ്പീരിയൻസ് ആണ് താങ്കൾ ഉദ്ദേശിക്കുന്നത്? എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ ഈ കല്യാണത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ എക്സ്പീരിയൻസ് ഉദ്ദേശിച്ചത് കല്യാണം കഴിച്ച് ചിലപ്പോ ഇപ്പൊ ഈ അടുത്ത് ഇപ്പൊ റീസെന്റ് തന്നെ വാർത്ത 40 കൂടെ 16 18 വിളിച്ചോടി പോയെന്നുള്ളത്. രണ്ടാമത് കല്യാണം കഴിക്കുന്നതായിരിക്കും ആ കുട്ടിയെ. ആ എക്സ്പീരിയൻസ് ആണ് നിങ്ങൾ ജീവിതത്തിലെ പല കയ്പ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചിന്തിക്കാൻ പറ്റത്തുള്ളൂ. നമുക്കത് പറ്റത്തില്ല. 40 വയസ്സെന്ന് പറഞ്ഞാൽ അപ്പോഴും 2Kയുടെ ഒരു ചിന്ത കണ്ടോ? ആ പെണ്ണ നേരെ മറിച്ച് നിങ്ങളാണെങ്കിൽ അത് സമ്മതിക്കൂ? നമുക്ക് പറ്റത്തില്ല. നമുക്ക് പറ്റത്തില്ല. നമുക്കൊരു 10-30 വയസ്സ് വ്യത്യാസമുള്ള ഒരാളെ കല്യാണം കഴിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ഞങ്ങൾ അത് സ്വീകരിക്കുന്നില്ല. ഞാൻ കാരണം നമ്മൾ അത്രയും പ്രായമുള്ള ആളെ ഒരു ബഹുമാനിച്ചു പോയി, അല്ലെങ്കിൽ അച്ഛന്റെ സ്ഥാനത്ത് അല്ല അമ്മയുടെ സ്ഥാനത്ത് പെങ്ങളുടെ സ്ഥാനത്ത് അങ്ങനെയൊക്കെ കണ്ടുപോകും. അപ്പൊ അങ്ങനത്തെ ഒരാളെ നിങ്ങളെ പോലെ കയറി ഒളിച്ചോടി പോകാനോ കല്യാണം കഴിക്കാനോ നമുക്ക് പറ്റത്തില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾക്ക് വകതിരിവില്ല എന്ന്. 2Kയ്ക്ക് വകതിരിവില്ല. അതാ നിങ്ങളെ പോലെ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചിരിച്ചോണ്ടിരിക്കുന്നുണ്ടല്ലോ, കോമാളികളെ പോലെ ചിരിച്ചോണ്ടിരിക്കുന്നുണ്ടല്ലോ, ഈ കഞ്ചാവോ MDMA അതും ഇതും ഒക്കെ അടിച്ചിട്ട്. ഇപ്പം എല്ലാം നിങ്ങൾക്ക് 2 ഡിഗ്രി ഉണ്ടല്ലോ. നിങ്ങൾ ഈ 2Kയിൽ എല്ലാവർക്കും 2 ഡിഗ്രി, ഒരു MD ഒരു MA രണ്ടും കൂടെ ചേർത്ത് വെച്ചിട്ട് പത്രത്തിൽ ഫോട്ടോയും വരും. MDMA കേസിൽ പ്രതി അറസ്റ്റിൽ. ഇതാണല്ലോ നിങ്ങളുടെ സ്ഥിരം. 90s ഉപയോഗിക്കുന്നില്ല. കള്ളു കുടിക്കുക അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഒരു സാധനവും നമുക്ക് 90s വേണ്ട. നമുക്കില്ല. അന്ന് ആ സാധനങ്ങളൊന്നും ഇല്ലായിരുന്നു. നിങ്ങളാ കണ്ടുപിടിച്ച സംഭവിച്ചു. നിങ്ങൾ അടിയതില്ല. നമ്മൾ അങ്ങനത്തെ രാസലഹരിയിലോട്ടൊന്നും പോകുന്ന ഒരു കാലഘട്ടമല്ലായിരുന്നു. ഈ വിദേശ മദ്യം എന്ന് പറയുന്ന സാധനം രാസലഹരിയല്ലേ? നിങ്ങൾ വീട്ടിൽ പറ്റുക. രാസലഹരി എന്താണെന്ന് 2K പെട്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. മതി. മദ്യവും രാസലഹരിയും രണ്ടാണ്. അതുപോലും നിങ്ങൾക്ക് അറിയത്തില്ല. നിങ്ങൾ മദ്യത്തിന് രാസലഹരിയുടെ ഒരു ക്ലാസിഫിക്കേഷനിൽ കൊണ്ടുവരേണ്ട കാര്യമില്ല.
ഞങ്ങളുടെ കാലഘട്ടത്തിൽ മദ്യമുണ്ട്, പല കാര്യങ്ങളും ഉണ്ട്. പക്ഷെ ഞങ്ങൾ മദ്യം മനുഷ്യനാൽ നിർമ്മിക്കപ്പെട്ട സാധനത്തെയാണ് രാസലഹരി എന്ന് പറയുന്നത്. മനുഷ്യനാൽ നിർമ്മിക്കപ്പെടുന്ന അയ്യോ പറ അല്ല പിന്നെ ഉത്തരം പറയാനോ അറിയില്ല. അപ്പോൾ ഇതുപോലത്തെ അലുക്കുലത്ത് വർത്തമാനങ്ങളുമായിട്ട് ഞങ്ങൾ അടുത്ത എപ്പിസോഡിൽ വീണ്ടും വരുന്നതാണ്. കൂടുതൽ അലുക്കുലത്ത് വർത്തമാനങ്ങൾ കാണാനായിട്ട് വൈബ്സിന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പറയടേ, ബെല്ലൈക്കൺ കൂടെ അമർത്തുക. അതെ, ഓക്കെ.